സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിലുള്ള നല്ല ഒരു പ്രഭാത വന്ദനത്തെ നേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാനുള്ളതായ ഭാഗം കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ഇടയൻ. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 4 വാക്യം. അവർ കന്യകമാരാൽ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് പറയുന്നത് കുഞ്ഞാടിനെ അനുഗമിക്കുക എന്നതാണ്. ഇവിടെ നമ്മോട് പറയുന്നു അവർ സ്ത്രീകളുമായി മലിനമായിട്ടില്ല. അതിനെ അർത്ഥമാക്കി നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: പാപത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടതായ അല്ലെങ്കിൽ പാപത്തിൻ്റെ കണികകളെ ഉപേക്ഷിക്കുന്നതായ ഒരു കൂട്ടം ജനതയെയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയുകയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതായ ഓരോ പ്രിയപ്പെട്ടവരും മാലിന്യത്തിൽ നിന്നും പുതിയ ഒരു രൂപാന്തരം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് കടന്നു വരേണ്ടുന്നതാകുന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നതായ മനുഷ്യനോട് പറഞ്ഞതിങ്ങനെയാണ്: ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ആ മനുഷ്യൻ അവസാന സമയത്ത് ക്രിസ്തയേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ക്രിസ്തയേശു ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നതായ ഒരു അനുഗ്രഹം നിറഞ്ഞതായ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് ഇങ്ങനെ പറയുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അവസാന ഭാഗം നമ്മോട് ഇങ്ങനെ പറയുന്നു: അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ സ്വന്തം രക്തം പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്? ഇവിടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം കാണാതെ പോയ പ്രിയപ്പെട്ടവരെ കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു: ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഓരോ മനുഷ്യനും കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെടേണ്ടതാണ് എന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം അതിൻ്റെ 14 വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു: ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നവർ ചുരുക്കമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഇടുക്കമുള്ള വാതിലിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നാം ഓരോരുത്തരും ചെല്ലുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: കാണാതെ പോയതിനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ഇടയൻ. നാം ഓരോരുത്തരും കാണാതെ പോയ പ്രിയപ്പെട്ടവരാകുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒപ്പം ചേർന്ന് നിന്ന നമ്മളിൽ നിന്നും ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് കാണാതെ പോയ പ്രിയപ്പെട്ടവരെ ദൈവത്തെങ്കിലേക്ക് ചേർക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നുദൈവമേ, പൊന്നുനാമത്തിനായി നന്ദിയെ അറിയിക്കുന്നു. അങ്ങയിലേക്ക് അടിയങ്ങൾക്ക് എത്തിച്ചേരുവാൻ അങ്ങ് അവിടുന്ന് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.